ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലീപ് ബൈ IAS ഫാക്ടർ. സോ നമ്മൾ ഇന്നത്തെ 5 MCQസിലേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഹിയർ ഇസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements about the programs for senior citizens is or are correct? അപ്പോൾ സീനിയർ സിറ്റിസൺസുമായിട്ട് ബന്ധപ്പെടുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ത്രൂ ദി അടൽ വയോ അഭ്യുദയ യോജന the government demonstrates its commitment to empowering and uplifting senior citizens by facilitating their active participation and inclusion in all aspects of life. സോ ഒരു സ്കീമിന്റെ പേരാണ് പറഞ്ഞേക്കുന്നത്, അടൽ വയോ അഭ്യുദയ യോജന. അതിൽ കൂടി എന്ത് ചെയ്യുന്നു? സീനിയർ സിറ്റിസൺസിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അവരുടെ ഇൻക്ലൂഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് അല്ലേ. അതായത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും ഇൻക്ലൂഷനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? ആ വാക്ക് തന്നെ നോക്കൂ, അടൽ വയോ അഭ്യുദയ യോജന. അഭ്യുദയം മനസ്സിലായി. വാക്കിൽ നിന്ന് ആൻസറിലേക്ക് എത്തേണ്ട സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ സ്റ്റൈല് നമ്മൾ ഒരുപാട് മുന്നിലത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ള. അപ്പോൾ വയോ എന്ന് കേൾക്കുമ്പോൾ പ്രായമായവരുടെ സ്കീമാണെന്ന് നമുക്കറിയാം. വയോ അഭ്യുദയം, നമ്മളിവിടെ മലയാളത്തിൽ അഭ്യുദയാകാംക്ഷി എന്നൊക്കെ പറയത്തില്ലേ, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ. അപ്പൊ അതേപോലെ തന്നെയാണ് അഭ്യുദയ യോജന. ഓവറോൾ ടോട്ടൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാനുള്ള ഒരു യോജന അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് എന്ന് പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയല്ലേ നമ്മളുടെ എക്സ്പ്ലനേഷനിലൂടെ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 ക്യാൻ ബി ട്രൂ അല്ലേ. 1 ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കൂ, രാഷ്ട്രീയ വയോശ്രീ യോജന പ്രൊവൈഡ്സ് ഡയറക്റ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു സിറ്റിസൺസ് ഏജ്ഡ് 60+ ലിവിംഗ് ബിലോ ദി പോവർട്ടി ലൈൻ. പോവർട്ടി ലൈൻ താഴെയുള്ള 60 വയസ്സിന് മുകളിലായിട്ടുള്ള സിറ്റിസൺസിന് ഡയറക്റ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കലാണ് രാഷ്ട്രീയ വയോശ്രീ യോജനയുടെ ലക്ഷ്യം എന്ന് പറയുന്നു. ഇവിടെ എവിടെയൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്? ഈ പ്രൊവൈഡ്സ് ഡയറക്റ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, അത് തെറ്റാൻ സാധ്യതയുണ്ട്. ബിലോ ദി പോവർട്ടി ലൈൻ, ഇത് രണ്ടുമാണ് ഇവിടെ തെറ്റാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇതിനകത്ത് തന്നെ സാധ്യത കൂടുതൽ എവിടെയാണ്? തീർച്ചയായിട്ടും ഈ ഒരു പോർഷനാണ് സാധ്യത കൂടുതൽ. കാരണം എന്താ? ബിലോ പോവർട്ടി ലൈൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അതായത് എല്ലാ സീനിയർ സിറ്റിസൺസിനും കൊടുക്കും എന്ന് നമുക്ക് സ്കീംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ പോവർട്ടി ലൈനിന് താഴെയുള്ളവർക്ക് കൊടുക്കാം അല്ലെ. കൊടുക്കാം, ആ ഒരു പ്രോബബിലിറ്റി കൂടുതൽ എവിടെയാണ്? ഈ ബിലോ പോവർട്ടി ലൈൻ ട്രൂ ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷെ ഇത് തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റെന്തെങ്കിലും ആവാം. പേരിൽ നിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല. വയോശ്രീ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്നും നേരത്തെ അഭ്യുദയ പോലൊക്കെ നമുക്കൊരു ക്ലൂ അവിടെ നിന്ന് കിട്ടുന്നില്ല. ഇനി 3ലേക്ക് നമുക്ക് പോവാം. SAGE is an innovative initiative aimed at encouraging young entrepreneurs and startups to develop trusted elderly care solutions. SAGE എന്ന് പറയുന്ന പ്രോഗ്രാം ട്രസ്റ്റഡ് ആയിട്ടുള്ള എൽഡർലി കെയർ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓൺട്രപ്രണേഴ്സിനെയും സ്റ്റാർട്ടപ്സിനെയും എൻകറേജ് ചെയ്യുന്ന സ്കീമാണ് എന്ന് പറയുന്നു. അവിടെയും നമുക്ക് തെറ്റ് എന്ന് പറയാനായിട്ട് ഒന്നുകിൽ ഈ സ്കീം മൊത്തത്തിൽ ഡെഫിനിഷൻ തെറ്റാം അല്ലേ. അത് നമുക്കപ്പോൾ സേജിനെ കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് എഴുതാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിനകത്തൊരു തെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ കിട്ടുന്നില്ല. സോ ദാറ്റ് മീൻസ് ഇതും നമുക്ക് തെറ്റ് എന്ന് ഉറപ്പിച്ച് പറയാനൊക്കത്തില്ല. ഇതും നമുക്ക് ട്രൂ ആയിട്ട് എടുക്കണം. സോ ഇവിടെയാണ് നമുക്കിപ്പോൾ ഒരു ഡൗട്ട് ഇരിക്കുന്നത്. ഡയറക്റ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം ഇത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആകുമ്പോൾ 1 and 3 എന്ന് പറയുന്ന റൈറ്റ് ആൻസറിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരേണ്ടതായിട്ട് വരും. ഇത് കുറച്ച് ഫാക്ച്വൽ ആണ്. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ക്രാക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. 2ഉം 3ഉം ഫാക്ട്സ് അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഓക്കെ, പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം ഇന്ത്യയിലെ എൽഡർലി പോപ്പുലേഷൻ വലിയ രീതിയിൽ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സദേൺ സ്റ്റേറ്റ്സ് ലൈക്ക് കേരള അല്ലേ. നമ്മളൊരു ഏജിങ് പോപ്പുലേഷനാണ്. ആൻഡ് നമ്മുടെ ഓവറോൾ ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് റീപ്പ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അതിന് പറ്റിയ സാഹചര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ UPSC മെയിൻസിലേക്ക് സാധ്യതയുള്ള ഒരു ചോദ്യമായതുകൊണ്ട് നമുക്ക് പ്രിലിംസിലും ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ രാഷ്ട്രീയ വയോശ്രീ യോജന എന്ന് പറയുന്നത് അസിസ്റ്റഡ് ലിവിംഗ് ഡിവൈസസ്, മനസ്സിലായില്ലേ, അതായത് സീനിയർ സിറ്റിസൺസിന് 60+ ആയിട്ടുള്ള ആളുകൾക്ക്, പോവർട്ടി ലൈനിന് താഴെയുള്ളവർക്കും, അതേപോലെ മാസവരുമാനം 15,000 താഴെയുള്ളവർക്കും 15,000 അങ്ങനെയുള്ളവർക്ക് എന്ത് കൊടുക്കുന്നതാണ്? അസിസ്റ്റഡ് ലിവിംഗ് ഡിവൈസസ് കൊടുക്കുന്നതാണ് എന്ത്? രാഷ്ട്രീയ വയോശ്രീ യോജന എന്ന് പറയുന്നത്. അവിടെ ഡയറക്റ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ല കൊടുക്കുന്നത്,
അവിടെ എന്താണ് കൊടുക്കുന്നത്? അസിസ്റ്റഡ് ലിവിംഗ് ഡിവൈസസ് ആണ് രാഷ്ട്രീയ വയോശ്രീ യോജനയിൽ കൂടെ കൊടുക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഷോള എക്കോസിസ്റ്റം ഈസ് ഓർ ആർ കറക്റ്റ്? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സോഴ്സുകളിൽ പ്രധാനപ്പെട്ടതൊന്ന് എപ്പോഴും ഡൗൺ ടു എർത്ത് ആണ്. ഓക്കെ, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, PIB, യോജന, കുരുക്ഷേത്ര പോലൊക്കെ തന്നെ നമ്മൾ ലീപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് എന്ത്? ഡൗൺ ടു എർത്ത്. അപ്പോൾ ഡൗൺ ടു എർത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 3-4 തവണ വളരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ഈ ഷോള എക്കോസിസ്റ്റത്തെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ചോദ്യം വന്നിരിക്കുന്നത്. ഷോള എക്കോസിസ്റ്റം നമ്മളിവിടെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാ അല്ലേ? നമുക്ക് പാമ്പാടും ചോല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം അത്രയും നമ്മുടെ സ്വന്തം സ്ട്രോങ് ഏരിയയിൽ നിന്നൊരു ചോദ്യമാണ്. സോ നോക്കൂ, 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ദി വെജിറ്റേഷൻ ദാറ്റ് ഗ്രോസ് ഇൻ ഷോള ഫോറസ്റ്റ് ഇസ് മോസ്റ്റ്ലി എവർഗ്രീൻ വിത്ത് സ്റ്റാൻഡേർഡ് ട്രീസ്. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അതായത് ചോലക്കാടുകൾ, നമ്മൾ മലയാളത്തിൽ അങ്ങനെ പാമ്പാടും ചോല എന്ന് പറയുന്നത്. അപ്പൊ ഷോള ഫോറസ്റ്റിൽ പ്രധാനമായിട്ടും എവർഗ്രീൻ ആണ് വിത്ത് സ്റ്റാൻഡേർഡ് ട്രീസ്. അതായത് അങ്ങ് ഉയർച്ച കൂടി പോകുന്ന ടൈപ്പിലല്ല, ഉയർച്ച മുരടിച്ച് നിൽക്കുന്ന തരത്തിലുള്ള എവർഗ്രീൻ ട്രീസ് ഉള്ള എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് ഷോള ഫോറസ്റ്റിലെ പ്രധാന വെജിറ്റേഷൻ എന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഈ ഷോള ഫോറസ്റ്റുകളെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു ബേസിക് ഐഡിയ ഇല്ലാത്തവർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവിടെ ഘടക വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കാരണം നോർമലി എവർഗ്രീൻ ഫോറസ്റ്റ് ആണെങ്കിൽ നല്ല ഹൈറ്റിലുള്ള ട്രീസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പൊ എവർഗ്രീനുമാണ്, ബട്ട് വിത്ത് സ്റ്റാൻഡേർഡ് ട്രീസ് എന്ന് ആദ്യത്തെ അത് പറയുന്നു ഷോള ഫോറസ്റ്റിൽ. അപ്പൊ അതൊരു വൈരുദ്ധ്യം ഫീൽ ചെയ്യുന്നതുകൊണ്ട് പലരും അത് എലിമിനേറ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കുക, ഈ ഷോള ഫോറസ്റ്റ് എന്താണ് എന്ന് പലർക്കും ഇപ്പോഴും അറിയത്തില്ല. മനസ്സിലായില്ലേ? അവർ കരുതുന്നത് എന്തോ ഇടുക്കി സൈഡുകളിലൊക്കെ ഉള്ള ഒരു കാട് എന്ന് വിചാരിക്കും. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇത്, ഇഷ്ടം പോലെയൊക്കെ സിനിമകളിലും പാട്ടുകളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഷോളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദീസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ഹൈ എലിവേഷൻ വാലീസ് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ് ഇന്റർസ്പേഴ്സ്ഡ് വിത്ത് റോളിംഗ് ഗ്രാസ് ലാൻഡ്സ്. അതായത് വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഹൈ എലിവേഷൻ വാലീസിലാണ് ഈ ഫോറസ്റ്റ് കാണുന്നത്. ഇന്റർസ്പേഴ്സ്ഡ് വിത്ത് റോളിംഗ് ഗ്രാസ് ലാൻഡ്സിന് ചുറ്റിയുള്ള മൗണ്ടൻസിന്റെ വാലികളിലാണ് ഈ ഫോറസ്റ്റ് കാണുന്നത്. കണ്ടോ? ഇത് നിങ്ങൾ എത്രയോ പാട്ടുകളിൽ കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എന്തായാലും ഇങ്ങനെ മൊട്ടക്കുന്നുകൾ ഇങ്ങനെ കിടക്കുകയാണെന്ന് കരുതുക. ഇങ്ങനെ മൊട്ടക്കുന്നുകൾ കിടക്കുന്നു. ഇതിന്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഫോറസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇനി ഈ മല കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് ഈ വാലികളിൽ ഇങ്ങനെ ഫോറസ്റ്റുകളുണ്ട്. ഇതാണ് ഷോള എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന പോലെ നോർമലി കാടുകളിൽ നല്ല ഉയർച്ചയുള്ള മരങ്ങൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു, അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടെയിൻ ഫോറസ്റ്റ് ആണ്. അതായത് മൗണ്ടേനിയസ് റീജിയനിലുള്ള ഫോറസ്റ്റ്. മൗണ്ടേനിയസ് റീജിയനിൽ എവിടെയാണ്? ഈ വാലികളിലാണ് ഇത് ഉണ്ടാവുന്നത്. വാലികളിൽ കണ്ടോ, മൗണ്ടന്റെ വാലികളിൽ ഉണ്ടാവുന്ന. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഗ്രാസ് ലാൻഡ്സാ. നമ്മൾ മൊട്ടക്കുന്നെന്ന് നമ്മൾ പറയും. അപ്പൊ മൊട്ടക്കുന്നുകളുടെ വാലികൾക്കിടയിൽ ഫോറസ്റ്റുകൾ വളർന്നു നിൽക്കും. അതാണ് ഈ ഷോള ഫോറസ്റ്റ്. അവിടെ തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് ട്രീസ് ആണ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് 2 ഈസ് ഓൾസോ ട്രൂ. ഓക്കെ, നമ്മുടെ മറയൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാം. മറയൂരാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ പാമ്പാടും ചോല എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഹിമാലയൻ പ്ലാന്റ്സ് ലൈക്ക് റോഡോഡെൻഡ്രൻസ് ആർ പ്രസന്റ് ഇൻ ഷോള ഫോറസ്റ്റ്. ഹിമാലയത്തിൽ കണ്ടുവരുന്ന റോഡോഡെൻഡ്രൻസ് ഈ ഷോലക്കാടുകളിലും ഉണ്ട് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. സോ ദാറ്റ് മീൻസ് 1, 2 and 3 ആർ കറക്റ്റ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഷോള ഫോറസ്റ്റിനെ കുറിച്ച് തന്നെ ചോദിക്കാനുള്ള വലിയ സാധ്യത കണ്ടുവരുന്നുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞതാണ്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഡൗൺ ടു എർത്തിൽ ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഷോല ഫോറസ്റ്റിനെ കുറിച്ച് പഠിച്ചു വെക്കുക. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഫാക്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ട്രീസ് സ്റ്റാൻഡേർഡ് ആയിരിക്കും, മെനി ബ്രാഞ്ചസ് ഉണ്ടാവും, ആൻഡ് റൗണ്ടഡ് ആൻഡ് ഡെൻസ് കനോപ്പീസ് ആയിരിക്കും അതിനുണ്ടാവുക. ഭയങ്കര റൗണ്ടഡ് ആയിട്ട് നല്ല ഒതുക്കി വെട്ടിയ പോലെ നല്ല വട്ടത്തിലിരിക്കുന്ന കനോപ്പീസ്, അതായത് മോൾ ഭാഗം. അതാണ് ഈ ഒരു ചോലക്കാടുകളുടെ പ്രത്യേകത. നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മരങ്ങളൊക്കെ ആ ഒരു ഷേപ്പിലായിരിക്കും അവിടെ നിൽക്കുക. ആൻഡ് ലീവ്സ് ആർ സ്മോൾ ഇൻ സൈസ് ആൻഡ് ലെതറി. And red colored young leaves turning into different colors on maturity is a prominent characteristic of ഷോള ഫോറസ്റ്റ്. ചോലക്കാടുകളുടെ വളരെ വലിയൊരു പ്രത്യേകത, അതായത് ഇതിന്റെ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് അതാ. യങ് ലീവ്സിന് ഒരു റെഡ് കളേർഡ് ആയിട്ടുണ്ടാവും.
അതിങ്ങനെ മെച്ചുവർ ആവും തോറും പല പല കളറുകളിലേക്ക് പോകും. അപ്പോൾ ഈ ഷോള ഫോറസ്റ്റുകൾ കാണുമ്പോൾ വിഷ്വലി ഭയങ്കര രസമാണ്. പക്ഷേ അപ്പം ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. അതാ ഇവിടെ ഇമേജിൽ കാണിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റോഡോഡെൻഡ്രൺ. ഓക്കെ, ഈ റോഡോഡെൻഡ്രൺ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നോർമലി ഇവിടെയുള്ള ഈ ഷോള ഫോറസ്റ്റുകളിലെ മരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഈ കാട്ടുതീ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അങ്ങനത്തെ ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റോഡോഡെൻഡ്രൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. റോഡോഡെൻഡ്രൺ നീലഗിരീഷ്യം, അങ്ങനെയാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പം നോർമലി ഷോള ഫോറസ്റ്റുകളിൽ തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider the following statements. Ammonium sulfate has higher concentration of nitrogen when compared to urea. അപ്പോൾ ഫെർട്ടിലൈസർ ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ്. യൂറിയയെക്കാളും കൂടുതൽ നൈട്രജൻ കോൺസെൻട്രേഷൻ ഉള്ളത് അമോണിയം സൾഫേറ്റിലാണ് എന്ന് പറയുന്നു. സോ ഈ ഹയർ കോൺസെൻട്രേഷൻ ആണല്ലോ തെറ്റോ ശരിയോ തീരുമാനിക്കുന്നത്. അതെ, ഫാക്ട്. അതൊരു ഫാക്റ്റാണ്. ഫാക്ട് മാത്രമല്ല, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഹോട്ടായിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് യൂറിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്തു വന്നാലും ഇത് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എന്താ, മുൻ എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാ. ഇന്ത്യയിലെ യൂറിയയുടെ അമിതമായിട്ടുള്ള യൂസ് മണ്ണിനെ നശിപ്പിക്കുന്നുണ്ട്. അമിതമായിട്ടുള്ള യൂറിയ യൂസ് ആണ്. കാരണം യൂറിയക്ക് സബ്സിഡി സർക്കാർ കൊടുക്കുന്നുണ്ട്. സബ്സിഡൈസ്ഡ് റേറ്റിൽ കിട്ടുമ്പോൾ ആളുകൾ ചുമ്മാ അതൊരാവശ്യമില്ലെങ്കിലും യൂറിയ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂറിയ മിസ്യൂസ് നടക്കുന്നത് വലിയൊരു വിഷയമാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം. സോ അതിന്റെ ബേസിസിൽ യൂറിയ സംബന്ധമായിട്ട് എന്ത് ന്യൂസ് വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു അറിയത്തില്ല, പോട്ടെ, അവിടെ ഇരിക്കട്ടെ. അമോണിയം സൾഫേറ്റ് ഈസ് അസിഡിക് ആൻഡ് ക്യാൻ ബി ബെനിഫിഷ്യൽ ഫോർ ആൽക്കലൈൻ സോയിൽസ് വെയർ യൂറിയ ഹാസ് ന്യൂട്രൽ എഫക്ട് ഓൺ സോയിൽ pH. അമോണിയം സൾഫേറ്റ് അസിഡിക് ആണെന്നും ആൽക്കലൈൻ ആയിട്ടുള്ള സോയിൽസ് നല്ലതാണെന്നും പറയുമ്പോൾ തന്നെ പറയുന്നു യൂറിയയ്ക്ക് സോയിൽ pHൽ ന്യൂട്രൽ എഫക്റ്റ് ആണുള്ളത്. അപ്പൊ അസിഡിക് ന്യൂട്രൽ ഈ രണ്ട് ഏരിയയിലാണ് തെറ്റാനുള്ള സാധ്യത. അതും എന്താണ്, ഫാക്ച്വൽ ആണ്, അറിയത്തില്ല, വിട്ടുപോകുക. തേർഡ് വൺ, നൈട്രജൻ റിലീസ് റേറ്റ് ഓഫ് അമോണിയം സൾഫേറ്റ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് യൂറിയ. യൂറിയയെക്കാളും ചെറിയ സ്പീഡിലാണ് എന്ത്, അമോണിയം സൾഫേറ്റ് മണ്ണിലേക്ക് നൈട്രജനെ റിലീസ് ചെയ്യുക എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, അവിടെയും ഫാക്ച്വൽ ആണ്, അറിയത്തില്ലെങ്കിൽ വിട്ടിട്ട് പോവുക. സോ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ഏരിയ പത്രത്തിൽ ശ്രദ്ധിക്കാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു ചോദ്യമായിട്ട് മാറുകയാണ് അല്ലേ. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കൂ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നോർമലി പഠിക്കുന്നതിനെ ഒപ്പോസിറ്റ് ചെയ്ത് മറിച്ച് വെക്കുന്നത് എന്ത് വന്നാലും നമ്മൾ പഠിക്കണം. അതേപോലൊക്കെ ഒരു കേസാണ് ഈ അമോണിയം സൾഫേറ്റിന്റെ കാര്യത്തിലും. കാരണം അമോണിയം സൾഫേറ്റിനെ യൂറിയയ്ക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പം സർക്കാർ റീസെന്റ് അമോണിയം സൾഫേറ്റിന് എന്ത് കൊടുത്തു തുടങ്ങി, സബ്സിഡി കൊടുക്കാനുള്ള ഉത്തരവിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ യൂറിയയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ യൂറിയയിൽ നിന്നും എന്തൊക്കെ ഗുണമുണ്ട് എന്തൊക്കെ ദോഷമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തേതാണ് അമോണിയം സൾഫേറ്റ് ഹയർ കോൺസെൻട്രേഷൻ ഇല്ല, ലോവർ കോൺസെൻട്രേഷൻ മാത്രമാണ്. അതായത് യൂറിയ വെച്ച് നോക്കുമ്പോൾ അമോണിയം സൾഫേറ്റിൽ നൈട്രജന്റെ അളവ് കുറവാണ്. അതൊരു ദോഷമല്ലേ? തീർച്ചയായിട്ടും. യൂറിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജന്റെ അളവ് കുറവാണ്. പക്ഷേ എന്താണ് അതിന്റെ ഗുണം എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഗുണമാണ് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതായത് യൂറിയയിൽ നിന്നും പെട്ടെന്ന് നൈട്രജൻ മണ്ണിലേക്ക് ഇറങ്ങും. മനസ്സിലായി? അത് അപ്പൊ പ്ലാന്റിന് വേണ്ടതിലും സ്പീഡിലായിരിക്കും ഇത് മണ്ണിലേക്ക് ഇറങ്ങുക, എന്നിട്ട് അതങ്ങ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അപ്പം ഇപ്പൊ നിങ്ങളത് ആലോചിക്കുക, നിങ്ങൾക്ക് വിശന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു 5 കിലോ ബിരിയാണി കൊണ്ടുവച്ചു എന്ന് കരുതുക. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കഴിക്കും, ബാക്കി എന്തെടുക്കും, ചീത്തയായി പോകും. അതേസമയം നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു കാക്കിലോ ബിരിയാണി വെച്ച് തന്നാൽ ഈ 5 കിലോയെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരികയാണെങ്കിലോ എന്തെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെക്കാണ് യൂറിയയുടെയും പ്രശ്നം. കർഷകർ വളം കൊടുക്കുന്ന സമയത്ത് യൂറിയ ചുമ്മാ നിങ്ങൾ വെതറിയിടും. പക്ഷേ ഇതിന്റെ എഫക്റ്റ്, ആ നൈട്രജൻ കൊടുക്കുന്നതിന്റെ എഫക്റ്റ് വളരെ കുറച്ച് മാത്രമേ യൂറിയ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുള്ളൂ. പകരം അമോണിയം സൾഫേറ്റ് ആണെങ്കിൽ പതിയെ മാത്രമേ നൈട്രജനെ റിലീസ് ചെയ്യുകയുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അതായത് യൂറിയ ഈ വാരി വിതറുന്നതിന് പകരം അമോണിയം സൾഫേറ്റ് ഇടുകയാണെങ്കിൽ ദീർഘകാലത്തേക്ക് ഇത് മണ്ണിലേക്ക് എന്ത് കൊടുത്തുകൊണ്ടിരിക്കും, നൈട്രജൻ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ലോങ്ങിവിറ്റി അവിടെ ഉണ്ട്. ആൻഡ്
1 തെറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആൻസർ ഏതാണ് എന്നുള്ളത്. 2 ആൻഡ് 3. സോ 2ഉം കറക്റ്റ് ആണ്. ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് അതും കൂടെ കിട്ടി. ശരിക്കും യൂറിയ സോയിൽ പി എച്ചിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. പക്ഷേ അമോണിയം സൾഫേറ്റ് അങ്ങനല്ല. അമോണിയം സൾഫേറ്റ് അസിഡിക് ആയതുകൊണ്ട് തന്നെ ആൽക്കലൈൻ സോയിൽസിൽ ഇത് ഇടുകയാണെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനൊക്കും. സോ 2 ആൻഡ് 3 ആർ ദ റൈറ്റ് ആൻസേഴ്സ്. ഇതും നേരത്തെ പറഞ്ഞ പോലെക്കാണ് ചോദിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. ആൻഡ് നൈട്രജൻ കണ്ടന്റ് നോക്കൂ. യൂറിയയിൽ 46% നൈട്രജൻ ഉണ്ടെങ്കിൽ അമോണിയം സൾഫേറ്റിൽ കേവലം 21% മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 21 ആണ് ഉള്ളതെങ്കിലും എന്താണ്, ഇത് സ്ലോ ആയിട്ട് മാത്രമേ നൈട്രജൻ റിലീസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് ഗുണമുണ്ട്. ആൻഡ് യൂറിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഓർഗാനിക് സോൾട്ട് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് അറിയാമല്ലോ, കാർബൺ ഹൈഡ്രോജൻ ബോണ്ടുകൾ വെച്ചിട്ടുണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. മറ്റേതങ്ങനല്ല, അതൊരു ഇൻഓർഗാനിക് സോൾട്ട് ആണ്. ആൻഡ് യൂറിയ ഇസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ വെൻ കമ്പയർഡ് ടു അമോണിയം സൾഫേറ്റ്. അമോണിയം സൾഫേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യൂറിയ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ബേസിക് ഫാക്ട്സ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അവർ ആൻസർ ഈസ് 2 ആൻഡ് 3 only. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഡയറ്ററി സോഴ്സസ് ഓഫ് വൈറ്റമിൻ ഡി? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇന്ത്യയിലെ മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. സ്ത്രീകളിലും കുട്ടികളിലും അനീമിയ ഉള്ളതുപോലെ തന്നെ എല്ലാവരിലും, പ്രത്യേകിച്ച് ഈ വൈറ്റ് കോളർ ജോബ്സിലേക്ക് പോയിട്ടുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. നമുക്കറിയാം വൈറ്റമിൻ ഡി നോർമലി എവിടെ നിന്ന് കിട്ടുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന്, അല്ലെ, എക്സ്പോഷർ ടു സൺലൈറ്റ്, ഡെയിലി ഒരു എക്സ്പോഷർ ഉണ്ടാവണമെന്നാണ് വിദഗ്ധരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം ഇത് വെയിൽ കൊള്ളുന്നില്ലെങ്കിൽ കൂടെ നമുക്ക് ഡയറ്റിൽ കൂടെ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ എടുക്കും. അപ്പൊ അതിന്റെ ഏതൊക്കെ സോഴ്സസ് ആണ് എന്നാണ് ചോദ്യം. കേർഡ്, പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്, എഗ് യോക്ക്, ഫാറ്റി ഫിഷ്, 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഏതുവഴിയൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും? പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ആൽമണ്ട് മിൽക്ക്, സോയ മിൽക്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് ഇതിൽ ഏതിൽ നിന്നൊക്കെ കിട്ടും? കേർഡിൽ നിന്ന് കിട്ടും, പ്ലാന്റ് ബേസ്ഡ് മിൽക്കിൽ നിന്ന് കിട്ടും, എഗ് യോക്കിൽ നിന്ന് കിട്ടും, ഫാറ്റി ഫിഷിൽ നിന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് അവർ ആൻസർ ഈസ് 1, 2, 3 ആൻഡ് 4. ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് വൈറ്റമിൻ ഡി കുറഞ്ഞാലുള്ള പ്രശ്നം? മൊത്തത്തിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബോഡിയെ വീക്കാക്കും എന്ന് പറഞ്ഞാൽ ബോൺസ് ഫ്രജൈൽ ആവും, മസിൽസ് വീക്കെൻഡ് ആവും, നമുക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടും, അതിന്റെ കൂട്ടത്തിൽ ഇമ്മ്യൂണിറ്റിയും കുറയും. ഓക്കെ, അപ്പം നോർമലി വൈറ്റമിൻ ഡി എന്താണ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സൺലൈറ്റിന് എക്സ്പോഷർ ഉണ്ടാവണം, പ്രത്യേകിച്ച് അൾട്രാവയലറ്റ് ബീറ്റ റൈസ്. ഓക്കെ, അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം. സോ റൈറ്റ് നൗ ലൈഫ് സ്റ്റൈല്, എയർ പൊല്യൂഷൻ, പിന്നെ കൂടാതെ മെട്രോ സിറ്റീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ റൈസ് ബിൽഡിങ്സ്, വലിയ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഒരുപാടുള്ളത് കാരണം ഈ സൺലൈറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് റീച്ച് ആവാതിരിക്കാനുള്ള സ്കോപ്പ് ഏറ്റവും കൂടുതലുണ്ട് അവിടെയൊക്കെ. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഡയറ്റിൽ കൂടെ എടുക്കേണ്ടത് ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ആർ ബേർഡ്സ്? അറിയാമല്ലോ, ഞാൻ എടുത്ത് പറയുന്നില്ല. ലീപ്പ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, നമ്മൾ ഈ പാറ്റേണിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കറണ്ട് അഫയറിൽ വരുന്ന നമ്മൾ റെഗുലർലി ചോദിക്കും. നീലഗിരി മാർട്ടൻ, കേരള ലാഫിംഗ് ത്രഷ്, ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫ്ലൈ ക്യാച്ചർ. ഇതിൽ എത്ര എണ്ണമാണ് ബേർഡ് എന്നാണ് ചോദ്യം. ഓക്കെ, ഈ ഫ്ലോറ ഫോണയൊക്കെ അറിയാവുന്നവർക്ക് ഈസി ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സാധാരണ ഒരു ആസ്പിരന്റിന് ഓക്കെ, തേർഡ് വണ് കുറച്ചും കൂടി ഈസിയാ. ഫ്ലൈ ക്യാച്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതെന്താണ്, ഒരു ബേർഡ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് ഗസ് ചെയ്യാം. കേരള ലാഫിംഗ് ത്രഷ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും, ഇത് എന്ത് തരമാണെന്ന് പോലും നമുക്ക് പേരിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. പിന്നെയും പോട്ടെ, ലാഫിക്കിൽ നിന്ന് നമുക്ക് പിന്നെയും ഗസ് ചെയ്തൂടെ? ഇപ്പൊ കുയിലിന്റെ ശബ്ദമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളവർക്ക് ലാഫിംഗ്, ചില ചിരിക്കുന്ന കിളിയാവാം എന്ന് നമുക്ക് ഗസ് ചെയ്യാം. എന്നാലും കിടക്കുകയാണ്. നീലഗിരി മാർട്ടൻ എന്താണെന്ന് നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാനൊക്കെ ഇല്ല. നിങ്ങൾ അറിഞ്ഞോളൂ, നീലഗിരി മാർട്ടൻ എന്ന് പറയുന്ന ഒരു ബേർഡ് അല്ല, ഇറ്റ് ഈസ് എ മാമൽ. നീലഗിരി മാർട്ടൻ ഒരു മാമലാണ്. പ്രധാനമായിട്ടും ഇതിനെ കാണുന്നത് എവർഗ്രീൻ ഫോറസ്റ്റുകളിലും മൊണ്ടൈൻ ഫോറസ്റ്റുകളിലുമാണ് കാണുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നീലഗിരി മാർട്ടൻ. കണ്ടോ, വെസ്റ്റേൺ ഗാർഡ്സിലേക്ക് എൻഡമിക് ആയിട്ടുള്ള ഒരു മാമലാണ് നീലഗിരി മാർട്ടൻ എന്ന് പറയുന്നത്. സോ എവർഗ്രീൻ ആൻഡ് മൊണ്ടൈൻ ഫോറസ്റ്റ് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റത്തിലാണ് ഇതിനെ പ്രധാനമായിട്ടും കാണുന്നത്. സോ അവർ ആൻസർ ഈസ് only 2.